ബ്രിട്ടനിൽ തെരേസ മേയ്ക്ക് വീണ്ടും തിരിച്ചടി. തെരേസ മേ കൊണ്ടുവന്ന ബ്രെക്സിറ്റ് കരാർ ബ്രിട്ടീഷ് പാർലമെന്റ് വീണ്ടും വോട്ടിനിട്ട് തള്ളുകയായിരുന്നു. വിശദാംശങ്ങളുമായി ലിവർപൂളിൽ നിന്ന് ടോം ജോസ് തടിയമ്പാട് നമ്മളോടൊപ്പം ലൈനിലുണ്ട്. ശ്രീ ടോം ജോസ്, എന്താണ് വിവരങ്ങൾ? അനുപമ, ഈ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇന്നലെ വീണ്ടും തെരേസ മേയുടെ മൂന്നാമത്തെ ഡീലിന്റെ അടിസ്ഥാനത്തിൽ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പോരാൻ, അവരുമായിട്ടുള്ള എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പോരാനുള്ള ശ്രമം പരാജയപ്പെട്ടു വീണ്ടും. പക്ഷേ ഇതിനു മുമ്പ് 2 പ്രാവശ്യം നടന്നതിനും വോട്ടിന്റെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ പ്രാവശ്യം 104 വോട്ടിനാണ് തോറ്റതെങ്കിൽ ഇപ്രാവശ്യം 58 വോട്ടിനാണ് തോറ്റത്. അങ്ങനെ ഒരു വ്യത്യാസം അതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. അപ്പം എം പിമാരുടെ മനസ്സ് ഡീലിന് അനുകൂലമായി മാറുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇന്നലെ പ്രൈം മിനിസ്റ്റർ ഈ തോൽവിക്ക് ശേഷം പറഞ്ഞത് ഇറ്റ് ഇസ് എ ഗ്രേവ് സിറ്റുവേഷൻ ഇൻ ദി ഹിസ്റ്ററി എന്നാണ് പറഞ്ഞത്. ഇത് ചരിത്രത്തിലെ ഒരു വളരെ അധികം പ്രതിസന്ധി ഘട്ടത്തിലൂടെ അല്ലെങ്കിൽ വളരെ നിർണായകമായ വളരെ ഏറെ ക്രൈസിസിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് പറഞ്ഞത്. ബ്രിട്ടീഷ് പാർലമെന്റ് ചരിത്രത്തിൽ തന്നെ ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്നലെ വേറൊരു വലിയ സംഭവം നടന്നു. ഇന്നലെ 1 ലക്ഷം പേരോളം അടങ്ങുന്ന ബ്രെക്സിറ്റേഴ്സ്, അതായത് ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പോരണമെന്ന് ആവശ്യപ്പെടുന്ന റൈറ്റ് വിങ്ങുകളാണ് മുഴുവൻ. അതാണ് ഏറ്റവും ഭയപ്പെടുന്ന കാര്യം. നമ്മളെയൊക്കെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന കാര്യം ഇതാണ്. അതായത് ഇവിടുത്തെ ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് എന്ന് പറയുന്നത് അവരുടെ നിലപാട് തന്നെ ഇവിടുത്തെ മുസ്ലിംസ് എല്ലാം പുറത്തു പോകണമെന്നാണ്. അതുപോലെ ഇംഗ്ലീഷ് ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഇംഗ്ലീഷുകാർ മാത്രം മതി രാജ്യത്ത് നിന്നാണ് അവരുടെ നിലപാടെന്ന് പറയുന്നത്. അതുപോലെ BNP ബ്രിട്ടീഷ് നാഷണൽ പാർട്ടി അവർ പറയുന്നത് ഏഷ്യൻസും അതുപോലെ തന്നെ ബ്ലാക്കുകളും എല്ലാം പുറത്തു പോകണം, ഞങ്ങളുടെ രാജ്യമാണിത്, ഞങ്ങൾ വെള്ളക്കാരുടെ രാജ്യമാണിത്. അവരൊക്കെ അടങ്ങുന്ന ഗ്രൂപ്പാണ് ഇന്നലെ 1 ലക്ഷം പേരുടെ പ്രകടനം പാർലമെന്റിന്റെ ഫ്രണ്ട് നടത്തിയത്. അതുപോലെ അവര് മണിക്കൂറുകളോടെ അവിടെ ട്രാഫിക് ജാമും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സൂചിപ്പിക്കുന്നത് ബ്രെക്സിറ്റേഴ്സിന് അനുകൂലമായി ഇനി നിലപാട് സ്വീകരിക്കാതിരിക്കാൻ എം പിമാർക്ക് കഴിയാത്ത സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. ഇതിനു മുമ്പ് റിമൈൻസുകാർ, അതായത് യൂറോപ്യൻ യൂണിയൻ നിൽക്കണം എന്നാവശ്യപ്പെടുന്നവരുടെ പ്രകടനം ഉണ്ടായിരുന്നു. അത് ഒരാഴ്ച മുമ്പാണ്. അതിൽ 10 ലക്ഷം ആളുകൾ പങ്കെടുത്തായിരുന്നു. പക്ഷേ അതിനേക്കാളുപരി ഈ 1 ലക്ഷം പേരുടെ പ്രകടനം എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ജനങ്ങളുടെ വിധി നടപ്പിലാക്കാൻ ബ്രിട്ടീഷ് പാർലമെന്റ് മടിക്കുന്നു എന്നുള്ള പ്രശ്നം ഉന്നയിച്ചുകൊണ്ടാണ് അവർ മുമ്പോട്ട് വന്നിട്ടുള്ളത്. ഇത് ഒരു വളരെ വലിയ പ്രതിസന്ധിയിലേക്ക് ഈ രാജ്യത്തെ കൊണ്ട് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് റൈറ്റ് വിങ്ങുകൾ ശക്തി പ്രാപിക്കുകയും ഈ പറയുന്ന റേഷ്യൽ അറ്റാക്കുകൾക്കുള്ള സാധ്യതകൾ കൂടുകയും ചെയ്യുന്നുള്ളതിന്റെ മുന്നറിയിപ്പാണത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ ടോം ജോസ്, ഇനി എന്താണ് നടക്കാൻ പോകുന്നത്? ഇനി എന്താണ് അടുത്ത് സംഭവിക്കാൻ പോകുന്നുള്ളതിന്റെ ചോദ്യത്തിനുള്ള മറുപടി എന്ന് പറയുന്നത് അങ്ങനെ ആർക്കും ഒരു മറുപടി പറയാൻ പറ്റത്തില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം വെച്ചാൽ പ്രൈം മിനിസ്റ്റർ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇത് ഒന്നെങ്കിൽ മൂന്നാമത്തെ ഡീല് കൊണ്ടുവന്ന് പാസ്സാക്കുക. അതിന് എം പിമാർ തയ്യാറാകുന്നില്ല. സംഭവിക്കാൻ പോകുന്നത് നോ ഡീലിലേക്ക് പോകും. പിന്നീട് സംഭവിക്കുന്നത് വെച്ചാൽ പിന്നീടുള്ള എന്ന് പറഞ്ഞാൽ എക്സ്റ്റൻഷന് വേണ്ടി യൂറോപ്യൻ യൂണിയൻ പുറത്തു വരുന്നതിന് വേണ്ടിയുള്ള എക്സ്റ്റൻഷൻ ആപ്ലിക്കേഷൻ കൊടുക്കുക. അതിന് യൂറോപ്യൻ യൂണിയൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അവർക്ക് കൃത്യമായ കാരണങ്ങൾ കാണിച്ചുകൊണ്ട് മാത്രം കൊടുക്കുന്ന ആപ്ലിക്കേഷനെ അവർ പരിഗണിക്കുള്ളൂ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അല്ലാത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നോ ഡീലിൽ പുറത്തു പോവുക. ഇത് ഈ തരത്തിൽ ഉള്ള അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഇത് എങ്ങനെ എവിടെ കൊണ്ട് എത്തിക്കും എന്നുള്ള ഒരു രാഷ്ട്രീയ സാമ്പത്തിക വിദഗ്ധർക്കും മുൻകൂട്ടി പറയാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഇത് ബ്രിട്ടന്റെ ചരിത്രത്തിലെ എനിക്ക് തോന്നുന്നു സൂയിസ് കനാൽ ക്രൈസിസ് കഴിഞ്ഞാൽ പിന്നീട് ഉള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ ക്രൈസിസ് ആണെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇതിനെ അതിജീവിക്കാൻ ഒരു പാർലമെന്ററി ഡെമോക്രസിയുടെ തലത്തിൽ നിന്നുകൊണ്ട് ഇതിനെ അതിന്റെ ഏറ്റവും ഉന്നതമായ തലത്തിൽ നിന്നുകൊണ്ട് അത് അതിജീവിക്കാൻ എങ്ങനെ കഴിയും എന്നുള്ള കാര്യം ബ്രിട്ടീഷ് സമൂഹം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും അത് വലിയ പ്രതിസന്ധിയാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. വിലവർദ്ധനം ഇപ്പം തന്നെ മലയാളികളായിട്ടുള്ള പല കച്ചവടക്കാരും ഒക്കെ പറയുന്നത് വിലവർദ്ധനം എന്ന് പറഞ്ഞാൽ ഭയങ്കര രൂക്ഷമായി ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. അതുപോലെ നിത്യജീവിതത്തെ ഇത് ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ക്രൈസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എവിടെ പോയി നിൽക്കുമെന്ന് ചോദിച്ചാൽ ആർക്കും വ്യക്തതയില്ല. എന്താണെങ്കിലും ഏപ്രിൽ 12-ാം തീയതിക്കുള്ളിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഏപ്രിൽ 12-ാം തീയതിക്ക് ഒന്നെങ്കിൽ ഡീല് പാസ്സാകും, ഇല്ല നോ ഡീലിലേക്ക് പുറത്തു പോകേണ്ടി വരും. ഈ ബ്രെക്സിറ്റേഴ്സ് ഇന്നലെ നടത്തിയ പ്രകടനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെ ഈ ബ്രെക്സിറ്റ് നടന്നില്ലെങ്കിൽ റൈറ്റ് വിങ്ങുകൾ ഭയങ്കരമായി കലാപം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ കലാപം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇവിടുത്തെ സാമൂഹ്യ അന്തരീക്ഷത്തെ ഏതെല്ലാം തരത്തിൽ ബാധിക്കും നമുക്ക് നിർവചിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ട്. കാരണം ഇന്നലെ അവരുടെ പ്രകടനം അങ്ങനെയാണ് നമ്മളെ കാണിക്കുന്നത്. അപ്പോൾ അതെല്ലാം എക്സ്ട്രീം റൈറ്റ് വിങ്ങുകളാണെന്നുള്ളതാണ് നമ്മളെ ഭയപ്പെടുന്നത്. ഈ ബ്രെക്സിറ്റിന് വേണ്ടി ഏറ്റവും സജീവമായി പ്രവർത്തിച്ചെല്ലാം ഇവിടുത്തെ റൈറ്റ് വിങ്ങുകളാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ബ്രെക്സിറ്റ് നടന്നില്ലെങ്കിൽ 51% വരുന്ന ജനവിധി പാർലമെന്റ് നടപ്പിലാക്കിയില്ലെങ്കിൽ നടപ്പിലാക്കാതെ വരുന്ന സാഹചര്യത്തിൽ അവരുടെ ഒരു ഭയങ്കരമായ മുന്നേറ്റമുണ്ടോ? അതൊക്കെ ഇവിടുത്തെ സാമൂഹ്യ അന്തരീക്ഷത്തെ എങ്ങനെയെല്ലാം ബാധിക്കുമെന്ന് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. ടോം ജോസ് തടിയമ്പാട് ലിവർപൂളിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങൾ തന്നത്. വളരെ നന്ദി ശ്രീ ടോം.